പൗത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛനെ യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നത്. പക്ഷെ മണപ്പള്ളി മറ നമ്പിയാർന്ന മഹാപാവിയും സർവോപരി നാദിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലും പൊടിയും മാംസം കത്തിച്ചാറും ഈ പൗത്രന്മാർ നദി വീഴരുത്. അത് കളങ്കപ്പെട്ടു പോകും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയേറ്റ് വാങ്ങിയ മണത്തിട്ട മറ നമ്പ്യർക്ക് പല ജന്മങ്ങൾ ജനിച്ച് മരിച്ചാലും തീടപ്പാടമാകില്ലാണ്. അതുകൊണ്ട് കൊണ്ടുപോയി വീടിനടുത്തുള്ള കഞ്ഞിക്കോണിലുള്ള തെങ്ങിന് തടം വിട്ട് ഈച്ചു തകർക്കുമ്പോൾ നീ പോകുമ്പോൾ ദിനേശ, നീ പോവും. നീ പക പോക്കിയ നല്ലതാണ്. തത്ത് തീർന്നുപോയ പകയല്ല, അറുപ്പാണ് എനിക്ക്. എന്റെ ജീവിതം നിരപരാധിയായ എന്റെ ജീവിതം. അതിലെ വെളിച്ചം തലിക്കെടുത്തി 6 വർഷം സെന്റ് ജയിലിൽ ഇരുത്തിയിരിക്കുന്ന സമയം വിളിച്ചിറങ്ങിയ നിന്റെ തന്തയെ നെഞ്ചി കീറി ചോര കുടിക്കുന്ന സ്വപ്നം എനിക്കുണ്ടായിരുന്നു. 6 വർഷം ജീവിക്കാൻ പ്രേരിപ്പിച്ച സ്വപ്നം. പക്ഷേ കാലം അയാളെ ഈ മൺകുടത്തിലാക്കി എന്റെ കാറ്റ് വിട്ടുകൊണ്ട് പോച്ചു. പുറങ്കാ തട്ടി തെറിപ്പിക്കും ഞാനത്. അതിനു മുമ്പ് നീ കൊണ്ടുപോവും. നീ കൊണ്ടുപോകും മോനെ ദിനേശ, നീ പോവും. നിനക്ക് മുണ്ടലടാ ആ ജന്മം തന്നതാ. അയാൾക്കും വരും ഒരു നാൾ മരണം. അതുവരെ ഈ ചിതാഭസ്മം ഞാൻ തിരികളാത്ത വിളക്കിന്മേൽ സൂക്ഷിക്കും. പൗത്ര, അതിമോഹമാണ് മോനെ, അതിമോഹം. എന്റെ അച്ഛന്റെ കാലം വരെ തനിക്ക് ആവശ്യമുണ്ടാവുന്ന മോഹം. അത് തെറ്റായി പോയി തോന്നുമ്പോ നീ വാ. എന്റെ അച്ഛന്റെ കാലില് 1 2 നഖം വിട്ടുതരാം. കൊണ്ടുപോയി ചന്ദനമുട്ടി കത്തിച്ച് ആശ തീർക്കാം. നീ പോ മോനെ ദിനേശ, നീ പോ.